ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് ക്രിസ്റ്റൽ ഡിഫെക്ട്സ് ഓർ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. ക്രിസ്റ്റൽ ഡിഫെക്റ്റ് ഓർ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. What is meant by defect or imperfection? ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോരായ്മ എന്ന് നമ്മൾ പറയാം. ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയില്ലായ്മ എന്ന് പറയാം. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ there is a regular 3-dimensional arrangement of constituent particles. perfectly ordered arrangementലാണ് constituent particlesനെ അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുക എന്ന്. പക്ഷേ ഈ റെഗുലർ ordered arrangementilum there may be some kind of disorder in the arrangement of constituent particles. Appo any deviation from the perfectly ordered arrangement of constituent particles in a crystal is called crystal defect or crystal imperfection. Any deviation അല്ലെങ്കിൽ വ്യത്യാസം from the perfectly ordered arrangement of constituent particles. നമ്മൾ തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നുണ്ട് at absolute zero എന്ന് പറഞ്ഞാൽ ഏതാ ടെമ്പറേച്ചർ? 0 കെൽവിൻ അല്ലെങ്കിൽ -273.15 ഡിഗ്രി സെൽഷ്യസ്. That is the lowest possible temperature എന്നാണ് പറയുന്നത്, തിയററ്റിക്കൽ ടെമ്പറേച്ചർ. ആ 0 കെൽവിനിൽ the entropy of a perfectly crystalline solid is 0. Entropy is a measure of disorder. അപ്പോൾ എൻട്രോപ്പി 0 ആണ്. ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ എൻട്രോപ്പി 0 കെൽവിനിൽ 0 ആണ് എന്ന് പറഞ്ഞാൽ ആ 0 കെൽവിനിൽ പെർഫെക്റ്റ്ലി ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്, ഡിസോർഡർ ഇല്ല. That means as temperature increases there is disorder in the solid. അപ്പോൾ ഡിസോർഡർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതാവാം. സബ്സ്റ്റൻസ് ക്രിസ്റ്റലൈൻ സോളിഡ് സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ടാവാം. അപ്പോൾ പാർട്ടിക്കിൾസിന് കൂടുതൽ എനർജി കിട്ടും, അതുകൊണ്ടാവാം. അല്ലെങ്കിൽ മറ്റൊരു കാരണം പറയുന്നത് ഈ സോളിഡുകൾ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അവരുടെ സൊല്യൂഷനിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ ആ ക്രിസ്റ്റലൈസേഷൻ വളരെ വേഗത്തിലാണ് നടക്കുന്നതെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളുകൾക്ക് ആ റെഗുലർ ഓർഡേർഡ് അറേഞ്ച്മെന്റിലേക്ക് അവരവർക്ക് ഇരിക്കേണ്ടതായ സ്ഥലത്തേക്ക് ചെന്നെത്താനുള്ള ഒരു ടൈം ഗ്യാപ്പ് കിട്ടാതെ വരാം. അതുകൊണ്ടും ഡിസോർഡർ ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സ്കൂളിൽ ഇന്റർവെൽ ടൈം ആണ് വിചാരിക്കുക. അപ്പോൾ ടീച്ചേഴ്സ് ഇല്ല ക്ലാസ്സിൽ, നിങ്ങൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓടി നടക്കുന്നു, പുറത്ത് നിൽക്കുന്നു കുറേ പേര്, കുറച്ച് പേര് അകത്ത് തന്നെ ഓടി നടക്കുന്നു. അപ്പോൾ ടീച്ചർ പെട്ടെന്ന് വരികയാണ്, നിങ്ങൾ കാണുന്നില്ല ടീച്ചർ വരുന്നത്. അപ്പോൾ ടീച്ചർ കയറി വരുമ്പോൾ ടീച്ചർ വരുന്നത് കണ്ടുകൊണ്ട് ടീച്ചർ എത്തുന്നതിന് മുൻപേ അവരവരുടെ പ്ലേസിൽ എത്താൻ വേണ്ടി കയറി ഇരിക്കാൻ വേണ്ടി ഒരു ഓട്ടമുണ്ട്. അപ്പം അങ്ങനെ ഓടി ടീച്ചറിന് മുമ്പേ ഇരിക്കാൻ നോക്കുമ്പോൾ അവരവരുടെ പ്ലേസിലേക്ക് ചിലപ്പോൾ എല്ലാവർക്കും എത്താൻ പറ്റണം എന്നില്ല. അപ്പോൾ കാണുന്നിടത്തൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിപ്പം ഇരിക്കും. അപ്പോൾ അവിടെ ഒരു ഡിസോർഡർ ഉണ്ടായി, അവർക്ക് ഓർഡറിലേക്ക് വരാനുള്ള ഒരു ടൈം ഗ്യാപ്പ് അവിടെ കിട്ടിയില്ല എന്ന് പറയുന്നത് പോലെ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് റാപ്പിഡ് ക്രിസ്റ്റലൈസേഷൻ നടന്നാൽ ഡിസോർഡർ ഉണ്ടാവാം. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങളാണ് പറയുക. ആ ഡിസോർഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻ. രണ്ട് തരത്തിലാണ് ഡിഫക്റ്റുകൾ ഉള്ളത്, പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് അറ്റ് എ ലാറ്റിസ് പോയിന്റ്. എന്താ ലാറ്റിസ് പോയിന്റ്? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലങ്ങളാണ് ലാറ്റിസ് പോയിന്റ്സ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ലാറ്റിസ് പോയിന്റ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു ലാറ്റിസ് പോയിന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആറ്റത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിളിന് ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് പോയിന്റ് ഡിഫക്റ്റ്. ഡിഫക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇസ് കോൾഡ് പോയിന്റ് ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്ട്സ് 3 തരത്തിലുണ്ട്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, non-stoichiometric defect, impurity
അപ്പോൾ ഡിഫക്ട്സിനെ നമ്മൾ ജനറലി രണ്ടായി തിരിക്കും, പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റ് ഓർ ഡിസോർഡർ അറ്റ് ആൻ എൻറ്റയർ റോ, ഒരു ലൈനിൽ അല്ലെങ്കിൽ ഒരു റോയിൽ ഉണ്ടാകുന്ന ഡിസോർഡർ ആണ് ലൈൻ ഡിഫക്റ്റ്. നമുക്ക് ലൈൻ ഡിഫക്റ്റ് പഠിക്കാനില്ല, നമ്മൾ പഠിക്കുന്നത് പോയിന്റ് ഡിഫക്ട്സ് ആണ്. ഡിഫക്ട്സ് അറ്റ് എ ലാറ്റിസ് പോയിന്റ്, ഇറ്റ് ഈസ് ഓഫ് 3 types: സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്, ഇംപ്യൂരിറ്റി ഡിഫക്ട്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണിലേക്ക് നമ്മൾ പോകുന്നു, സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അളവ് അല്ലെ, റിലേറ്റഡ് ടു റേഷ്യോ, മെഷേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട്സിന്റെ കേസിൽ സ്റ്റോഷിയോമെട്രി ഈസ് റിലേറ്റഡ് ടു മോളിക്കുലാർ ഫോർമുല. എന്താ ഈ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ, ഒരു കോമ്പൗണ്ടിന്റെ ഒരു മോളിക്യൂളിലെ വ്യത്യസ്ത എലമെന്റുകളുടെ ആറ്റങ്ങൾ തമ്മിലുള്ള റേഷ്യോ, ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോയാണ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ ഒരു ഡിഫക്റ്റ് ചിലപ്പോൾ ആറ്റങ്ങൾ ഇറങ്ങി പോകുന്നതാകാം, അല്ലെങ്കിൽ സ്ഥലം മാറി ഇരിക്കുന്നതാകാം. ഒരു ഡിഫക്റ്റ് കൊണ്ട് ആ കോമ്പൗണ്ടിലെ എലമെന്റുകളുടെ ആറ്റങ്ങളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോയ്ക്ക് വ്യത്യാസം വരുന്നില്ലെങ്കിൽ that is called a stoichiometric defect, a defect which does not affect the stoichiometry of a compound. അല്ലെ സിമ്പിൾ ആയി പറഞ്ഞാൽ നമുക്ക് പറയാം does not affect the molecular formula of a compound. മോളിക്കുലാർ ഫോർമുലയിലെ റേഷ്യോയ്ക്ക് വ്യത്യാസം വരുന്നില്ലെങ്കിൽ that is called a stoichiometric defect. ഇപ്പോൾ ഒരു അയോണിക് സോളിഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്, സോഡിയം ക്ലോറൈഡ്. Na+ഉം Cl- ചേർന്ന് NaCl ഉണ്ടാവുകയാണ്. 1:1 റേഷ്യോ ആണ്. അപ്പോൾ ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ 10 സോഡിയം അയോൺസും 10 ക്ലോറൈഡ് അയോൺസും ഉള്ള ഒരു ക്രിസ്റ്റൽ ആണെങ്കിൽ അതിൽ നിന്ന് ഒരു സോഡിയം അയോണും ഒരു ക്ലോറൈഡ് അയോണും ഇറങ്ങിപ്പോകുന്നു. ബാക്കി 9 ക്ലോറൈഡും 9 സോഡിയവും. റേഷ്യോയ്ക്ക് വ്യത്യാസമുണ്ടോ? ഇല്ല. 9:9, 1:1. അപ്പോൾ മോളിക്കുലാർ ഫോർമുലയെ അഫക്റ്റ് ചെയ്യുന്നില്ല. That defect is called a stoichiometric defect. അപ്പോൾ അത് അയോണിക് സോളിഡ് എടുത്തിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ defects which does not affect the ratio of number of cation and anion in the compound എന്ന് പറയാം. അപ്പോൾ ഒന്നുകിൽ does not affect the stoichiometry, അല്ലെങ്കിൽ does not affect the molecular formula, or does not affect the ratio of number of cations and anions in the compound. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ രണ്ട് തരത്തിലാവാം. വേക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റും. വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ആറ്റങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു, ക്രിയേറ്റിംഗ് വേക്കൻസീസ് അഥവാ ഹോൾസ്. ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറങ്ങി പോകുന്നില്ല, ക്രിസ്റ്റലിനകത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ മാറി മാറിയിരിക്കുന്നു. നമ്മളിവിടെ പഠിക്കുക അയോണിക് സോളിഡ്സ് തരുന്ന പോയിന്റ് ഡിഫക്ട്സ് ആണ്. അയോണിക് സോളിഡ്സ് തരുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സുകൾ രണ്ടെണ്ണമാണുള്ളത്: ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഷോട്ട്കി ഡിഫക്റ്റ് ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. ആദ്യം നമുക്ക് ഷോട്ട്കി ഡിഫക്റ്റ് നോക്കാം. വായിച്ചേ. It is due to the missing of equal number of cations and anions from the crystal. ക്രിസ്റ്റലിൽ നിന്ന് തുല്യ എണ്ണം കാറ്റയോണുകളും ആനയോണുകളും ഇറങ്ങിപ്പോകുന്നു. ഒരു ഡിസോർഡർ ആയില്ലേ? There is a defect. പക്ഷെ തുല്യ എണ്ണം പോകുന്നത് കൊണ്ട്, 2 കാറ്റയോൺ പോയാൽ 2 ആനയോണും പോകുന്നു. അപ്പൊ തുല്യ എണ്ണം പോകുന്നത് കൊണ്ട് ചാർജിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ക്രിസ്റ്റൽ ന്യൂട്രലായി തന്നെ നിൽക്കുന്നു. എക്സാമ്പിൾ, ഇതായത് ഒരു ക്രിസ്റ്റൽ പ്ലെയിൻ തന്നിട്ടുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. അപ്പോൾ അതായത് ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പോസിറ്റീവ് അയോൺ ഇരുന്ന സ്ഥലമാണ്. അവിടെ അയാളിപ്പോൾ ഇല്ല, അയാൾ ഇറങ്ങിപ്പോയി. കൂട്ടത്തിൽ ആരും കൂടെ പോയി? ഇവിടെ നിന്നൊരു
നെഗറ്റീവ് അയോണും കൂടെ പോയി. ഇവിടെ നിന്നൊരു പോസിറ്റീവ് പോയി, ഇവിടെ നിന്നൊരു നെഗറ്റീവ് പോയി. ഇവിടെ നിന്നൊരു പോസിറ്റീവ് പോയി, ഇവിടെ നിന്നൊരു നെഗറ്റീവ് പോയി. ഇപ്പൊ തുല്യ എണ്ണം പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ക്രിസ്റ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ such a defect is called Schottky defect. ഈ ഡിഫക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് തരുന്നത് സിമിലർ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ ഉള്ള സോളിഡുകളാണ്. അയോണിക് സോളിഡ്സിൽ കാറ്റയോണിന്റെയും ആനയോണിന്റെയും സൈസുകൾ തമ്മിൽ കാര്യമായ ഡിഫറൻസ് ഇല്ലാത്ത അയോണിക് സോളിഡുകളാണ് ഷോട്ട്കി ഡിഫക്റ്റ് തരിക. എക്സാമ്പിൾ ആൽക്കലി മെറ്റൽ ഹാലൈഡ്സ്. ഫസ്റ്റ് ഗ്രൂപ്പ് മെറ്റൽസ് ഹാലജൻസുമായി കമ്പൈൻ ചെയ്യുന്നവര് സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ലിഥിയം ക്ലോറൈഡ്, അതുകൂടാതെ AgBr സിൽവർ ബ്രോമൈഡും ഷോട്ട്കി ഡിഫക്റ്റ് തരാറുണ്ട്. ഇനി അപ്പോൾ ഷോട്ട്കി ഡിഫക്റ്റ് കാണിക്കാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ സിമിലർ സൈസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറയും ഹൈ കോർഡിനേഷൻ നമ്പർ. What is coordination number? Number of nearest neighbors of a constituent particle in a crystal. അപ്പോൾ അയോണിക് സോളിഡ് എടുക്കുമ്പോൾ കോർഡിനേഷൻ നമ്പർ നമ്മൾ പറയുന്നത് ഒരു കാറ്റയോൺ എടുത്താൽ അതിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന ആനയോണുകളുടെ എണ്ണമാണ് ആ കാറ്റയോണിന്റെ കോർഡിനേഷൻ നമ്പർ. അതുപോലെ ഒരു ആനയോൺ എടുത്താൽ അതിനെ തൊട്ടുകൊണ്ടിരിക്കുന്ന കാറ്റയോണുകളുടെ എണ്ണമാണ് ആ ആനയോണിന്റെ കോർഡിനേഷൻ നമ്പർ. ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന്റെ സ്ട്രക്ചറിനെ നമ്മൾ റോക്ക് സോൾട്ട് സ്ട്രക്ചർ എന്ന് വിളിക്കാം. ആ സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇല്ല, നമ്മൾ ആ സ്ട്രക്ചേഴ്സ് ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ അതിൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുത്താൽ ഒരു സോഡിയം അയോണിനെ സറൗണ്ട് ചെയ്ത് 6 ക്ലോറൈഡ് അയോൺസ് ഉണ്ടാവും. So the coordination number of Na plus is 6. ഒരു ക്ലോറൈഡ് അയോണിനെ സറൗണ്ട് ചെയ്ത് 6 സോഡിയം അയോൺസ് ഉണ്ടാവും. That is coordination number of chloride is 6. അപ്പോൾ NaClന്റെ കോർഡിനേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും 6:6. ആദ്യം കാറ്റയോണിൻ്റെത് പിന്നെ ആനയോണിൻ്റെത്. That is a high coordination number. അപ്പോൾ അങ്ങനെ ഹൈ കോർഡിനേഷൻ നമ്പർ ഉള്ള അയോണിക് സോളിഡുകൾ ആവണം, അവരുടെ കാറ്റയോണും ആനയോണിന്റെയും സൈസുകൾ സിമിലർ ആവണം, അവരാണ് ഷോട്ട്കി ഡിഫക്റ്റ് തരിക. ഇനി ഈ ഷോട്ട്കി ഡിഫക്റ്റ് കൊണ്ട് ക്രിസ്റ്റലിന് ഡെൻസിറ്റിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ക്രിസ്റ്റലിൽ നിന്ന് ഇറങ്ങി പോവാണ് ആൾക്കാർ, അപ്പോൾ മാസ് കുറയും, ക്രിസ്റ്റലിന്റെ വോളിയത്തിന് അവിടെ വ്യത്യാസമൊന്നുമില്ല, അപ്പോൾ ഡെൻസിറ്റി ഡിക്രീസസ്. ഷോട്ട്കി ഡിഫക്റ്റ് ലോവേഴ്സ് ദ ഡെൻസിറ്റി ഓഫ് ദി സോളിഡ്. Next one, Frankel defect. വായിക്കാം. It is due to the misplacement of cation to the interstitial site. എന്ന് പറഞ്ഞാലോ മിസ്പ്ലേസ്മെന്റ് ആണ്, മിസ്സിംഗ് അല്ല. ഒരു സ്ഥലത്ത് നിന്ന് കാറ്റയോൺ അവർക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് നിന്ന് മാറി വേറെ ഏതെങ്കിലും ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ ഇരിക്കുന്നു. ക്രിസ്റ്റലിനകത്ത് തന്നെ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സിൽ ഇരിക്കുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി മിസ്പ്ലേസ്മെന്റ് ഓഫ് കാറ്റയോൺ ടു ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്. ഇവിടെ ഇരിക്കേണ്ട കാറ്റയോൺ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോയി ഇരുന്നു. ക്ലാസ്സിൽ കുട്ടികളെ കുറുമ്പന്മാരൊക്കെ ഉള്ളപ്പോൾ നമ്പറൊക്കെ അനുസരിച്ച് ഇരുന്നു, കുറുമ്പരോ കുട്ടികളോ ഒക്കെ ഉള്ളപ്പോൾ. അപ്പോൾ ആ നമ്പർ അനുസരിച്ച് ഇരുത്തിയിട്ട് ടീച്ചർ പോകും. അടുത്ത ടീച്ചർ വരുമ്പോൾ ആ ടീച്ചറിന് അറിയാൻ പാടില്ല ഞങ്ങളെ മാറ്റിയിരുത്തിയത് വിചാരിച്ചിട്ട് വീണ്ടും പഴയ രീതിയിലേക്ക് പോയി ഇഷ്ടമുള്ളിടത്തേക്ക് മാറിയിരിക്കും. അപ്പോൾ ഓർഡേർഡ് അറേഞ്ച്മെന്റ് തീരുമാനിച്ചത് ടീച്ചറാണ്, പക്ഷെ കുട്ടി സ്ഥലം മാറിയിരുന്നു, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോയില്ല, സ്ഥലം മാറിയിരുന്നു. That is example for Frankel defect. Misplacement of a cation to the interstitial site. ഇനി Frankel defect തരണമെങ്കിൽ കാറ്റയോണും ആനയോണും തമ്മിൽ ലാർജ് സൈസ് ഡിഫറൻസ് ഉണ്ടാവണം. ചെറിയ അയോണുകൾക്കാണ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഇരിക്കാൻ എളുപ്പം. There should be large difference in size of cation and anion,
ആൻഡ് ലോ കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ ലോ ആയിരിക്കണം. എക്സാമ്പിൾ സിങ്ക് സൾഫൈഡ്, സിൽവർ ക്ലോറൈഡ്. AgB ആണ്. സിൽവർ ബ്രോമൈഡിന്റെ പ്രത്യേകത ഷോർട്ട്കി ഡിഫക്റ്റും തരുന്നുണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റും തരുന്നുണ്ട്. Then what about their density? Density എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. കാരണം എന്താ, സ്ഥലം മാറി ഇരിക്കുന്നേ ഉള്ളൂ, ഇറങ്ങി പോകുന്നില്ല, മാസിന് വ്യത്യാസമൊന്നുമില്ല. സോ ഫ്രങ്കൽ ഡിഫക്റ്റ് does not affect the density of the solid. So these two are two stoichiometric defects shown by ionic solids. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷോർട്ട്കി ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ സാധാരണ ചോദിക്കാറുണ്ട്. നമ്മുടെ ഇപ്രാവശ്യത്തെ പബ്ലിക് എക്സാമിന് 2020 പബ്ലിക് എക്സാമിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഇമ്പോർട്ടൻ്റ് എന്ന് മാർക്ക് ചെയ്ത് പഠിക്കണം. നമുക്കൊന്ന് ജസ്റ്റ് വായിക്കാം. ഷോർട്ട്കി ഡിഫക്റ്റ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് equal number of cations and anions. Frankel, misplacement of a cation to the interstitial site. Shortly shown by ionic solids having similar size of cations and anions. Frankel shown by ionic solids having difference in size of cations and anions. Shortly high coordination number, Frankel low coordination number. Shortly lowers density, Frankel density does not change. Then examples. Important എന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. രണ്ടാമത്തേത് പോയിന്റ് ഡിഫക്ട്സിൽ ആദ്യത്തേതാണ് നമ്മൾ കണ്ടത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്. രണ്ടാമത്തേത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ആ വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, ഇറ്റ് ഇസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ആൻ ഇംപ്യൂരിറ്റി. എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്രിസ്റ്റലിൽ അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് അല്ലാതെ വേറെ ആരെങ്കിലും വന്നിരിക്കുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഫോറിൻ ആറ്റംസ് ഇൻ ദ ക്രിസ്റ്റൽ. ഫോറിൻ ആറ്റങ്ങളുടെ പ്രസൻസ്. എക്സാമ്പിൾ, ഇവിടെ സോഡിയം ക്ലോറൈഡിന്റെ ക്രിസ്റ്റൽ പ്ലെയിൻ തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങളൊരു സ്ഥലത്ത് Na+ ഇരിക്കേണ്ട സ്ഥലമാണിത്. Na+ മാറി ആ സ്ഥാനത്ത് അവിടെ ഇരിക്കുക Sr2+ ആണ്. സ്ട്രോൺഷ്യം അയോൺ, ഗ്രൂപ്പ് 2 മെറ്റലായ സ്ട്രോൺഷ്യത്തിന്റെ അയോൺ. അപ്പോൾ അത് ചിലപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ സീ വാട്ടറിനെ ക്രിസ്റ്റലൈസ് ചെയ്തിട്ട് ഉപ്പുണ്ടാക്കുമ്പോൾ, സോൾട്ട് ഉണ്ടാക്കുന്ന സമയത്ത് സീ വാട്ടറിൽ ധാരാളം സോൾട്ടുകൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന സമയത്ത് അതിനൊപ്പം ചിലപ്പോൾ വേറെ ഏതെങ്കിലും സോൾട്ടുകൾ കൂടെ ക്രിസ്റ്റലൈസ് ചെയ്യാം. അപ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ Na+നെ റീപ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്തേക്ക് ചിലപ്പോൾ Sr2+ ഒന്നോ രണ്ടോ എണ്ണം കയറിയിരിക്കാം. അപ്പോൾ വേറെ ഒരെണ്ണം കയറിയിരുന്നതാണ്. അപ്പോൾ NaCl-നകത്ത് Na+ ആണ്. ഒരു Na+ മാറി ഒരു Sr2+ വന്നാൽ ആ ക്രിസ്റ്റലിന് ഒരു പോസിറ്റീവ് ചാർജ് കൂടുകയാണ്. അപ്പോൾ അത് ചാർജ് സ്പീഷീസ് ആയിട്ട് മാറും. അത് ഒഴിവാക്കാൻ, ചാർജ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ചാർജാണ് എക്സസ് ആയിട്ട് വരുന്നത്. ഒരു Sr2+ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു Na+ മാറിയിട്ട് ഒരു Sr2+ വന്നു. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എക്സസ് ആയി. ആ ഒരു പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ തൊട്ടടുത്ത വേറെ ഏതെങ്കിലും ഒരു Na+ കൂടി ഇറങ്ങി പോകും. അപ്പോൾ അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടാവും. That is called the impurity defect. It is due to the presence of foreign atoms in the crystal. Example എഴുതുമ്പോൾ sodium chloride containing strontium ion എന്ന് എഴുതാം, അല്ലെങ്കിൽ strontium chloride impurity. Sodium chloride containing strontium chloride impurity എന്ന് ഇതിന് എക്സാമ്പിൾ എഴുതാം. Okay. Then non-stoichiometric defect. എന്തായിരിക്കും non-stoichiometric defect? A defect which affects the stoichiometry of a compound. കോമ്പൗണ്ടിന്റെ സ്റ്റോഷിയോമെട്രിയെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുലയെ അഫക്റ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ എന്താ, ആ ഡിഫക്റ്റ് കൊണ്ട് ക്രിസ്റ്റലിലെ ആറ്റങ്ങളുടെ അല്ലെങ്കിൽ അയോണുകളുടെ എണ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോയ്ക്ക് വ്യത്യാസം
കഴിഞ്ഞാൽ such a defect is called non-stoichiometric defect. It is of two types: metal excess defect and metal deficiency defect. നമ്മൾ മെറ്റൽ കോമ്പൗണ്ട്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന് കാറ്റയോൺ ആനയോണും ഉണ്ട്. അപ്പോൾ അതിൽ ആരെങ്കിലും കാറ്റയോൺ കൂടുതലായിട്ട് വന്നാൽ അവിടെ ഫോർമുലയിലെ റേഷ്യോയ്ക്ക് വ്യത്യാസം വരും. അതാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഇനി മെറ്റൽ ഡെഫിഷ്യൻസി, കാറ്റയോണിന്റെ എണ്ണം കുറഞ്ഞാൽ ഫോർമുലയെ അഫക്ട് ചെയ്യും. ദാറ്റ് ഈസ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതിലാദ്യത്തേത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റുകൾ രണ്ട് തരത്തിലുണ്ട്. ഡ്യൂ ടു ആനയോൺ വേക്കൻസി, ആനയോൺസ് ഇറങ്ങി പോകുന്നത് കൊണ്ട് മെറ്റൽ എക്സസ് ആവാം. അല്ലെങ്കിൽ ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺസ്, അല്ലെങ്കിൽ ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് എന്ന് പറയാം. കൂടുതൽ കാറ്റയോണുകൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ ഇരിക്കുന്നു. അപ്പോൾ രണ്ട് തരത്തിലാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉള്ളത്. One is due to anion vacancy and the other is due to extra cations. The first one due to anion vacancy. Now, sodium chloride in sodium vapor in the presence of heat. Now, heat is sodium vapors heat is sodium atom. ആ സോഡിയം ആറ്റങ്ങൾ അയോണൈസ് ചെയ്ത് വേപ്പേഴ്സിലുള്ള സോഡിയം ആറ്റങ്ങൾ അയോണൈസ് ചെയ്ത് Na+ ഇലക്ട്രോണുമായിട്ട് മാറും. ആ പുതിയതായിട്ട് വരുന്ന Na+ NaCl ക്രിസ്റ്റലിന്റെ സർഫസിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്യും, സർഫസിൽ വന്നിരിക്കും. അപ്പോൾ ക്രിസ്റ്റലിന്റെ ഉള്ളിൽ നിന്ന്, ഇതൊരു ക്രിസ്റ്റലിന്റെ ഇന്നർ പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക, സോഡിയത്തിലുള്ള ക്രിസ്റ്റലിന്റെ ഇന്നർ പ്ലെയിൻ. ക്രിസ്റ്റലിന്റെ അകത്തുനിന്ന് ഒരു Cl- അയോൺ സർഫസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. അവിടെ Na+ പുതിയതായിട്ട് വന്നിരിപ്പുണ്ട്, അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു, അവിടെ ഒരു NaCl ഫോം ചെയ്തു. അപ്പോൾ ശരിക്കും അവിടെ ക്ലോറൈഡിന്റെ എണ്ണം, ക്ലോറൈഡിന്റെ ഒരു വേക്കൻസി അകത്തുണ്ടായി, ആനിയോൺ വേക്കൻസി ഉണ്ടായി. ഇനി ഈ Na+ സർഫസിൽ കയറി ഇരുന്നപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഇലക്ട്രോൺ ക്രിസ്റ്റലിന്റെ അകത്തേക്ക് വന്ന് ആനിയോൺ പോയ വേക്കൻസിയിൽ ഇരിക്കുന്നു. Such a defect is called metal excess defect due to anion vacancy. Anions ക്രിസ്റ്റലിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നു, അവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ആ വേക്കൻസിയിലേക്ക് ഇലക്ട്രോണുകൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. Such a defect is called metal excess defect due to anion vacancy. ഷോർട്ട്കി ഡിഫക്റ്റ് തരുന്ന അയോണിക് സോളിഡുകൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി തരാറുണ്ട്, അവരാണ് തരിക. അപ്പോൾ ഇവിടെ ആനയോൺ വേക്കൻസിയിൽ ഇലക്ട്രോൺസ് ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. ദീസ് ഇലക്ട്രോൺസ് trapped in anion vacancies are called F centers. F എന്ന് പറയുന്നത് ഫാർബൺ എന്ന ജർമ്മൻ വേർഡിൽ നിന്ന് വരുന്നതാണ്. ഫാർബൺ എന്ന് പറഞ്ഞാൽ കളർ. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ആനിയോൺ വേക്കൻസിയിൽ ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ they are free to move. ഫ്രീ ഇലക്ട്രോൺസ് ആണ്. സോ ദേ ക്യാൻ അബ്സോർബ് വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് ആ വസ്തുവിന് കളർ കിട്ടുന്നു. അപ്പോൾ കളറിന് കാരണമായ വസ്തുക്കൾ എന്ന അർത്ഥത്തിലാണ് they are called F centers. Electrons trapped in anion vacancies are called F centers. They give color to the crystal. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. F centers സാധാരണ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഷോർട്ട്കി ഡിഫക്റ്റ് തരുന്നവരാണ് ഈ ഡിഫക്റ്റും തരിക എന്ന് പറഞ്ഞു. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് സോഡിയം വേപ്പേഴ്സുമായിട്ട് ഹീറ്റ് ചെയ്താൽ യെല്ലോ കളറാണ് ലഭിക്കുക. പൊട്ടാസ്യം ക്ലോറൈഡിനെ പൊട്ടാസ്യം വേപ്പേഴ്സുമായിട്ട് ഹീറ്റ് ചെയ്താൽ വയലറ്റ് അഥവാ ലൈലാക്ക് കളറാണ് കിട്ടുക. ലിഥിയം ക്ലോറൈഡിനെ ലിഥിയം വേപ്പേഴ്സുമായിട്ട് ഹീറ്റ് ചെയ്താൽ പിങ്ക് കളറാണ് കിട്ടുക. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഉപ്പിന് ചിലപ്പോൾ മഞ്ഞ കളർ കാണാറുണ്ട്. നമ്മളിപ്പോൾ പാക്കറ്റുകളിൽ പലതവണ ബ്ലീച്ച് ചെയ്ത് നല്ല പ്യുവർ വൈറ്റായിട്ട് വരുന്ന സോൾട്ടല്ല. മുൻകാലങ്ങളിൽ ഉപ്പ് ചാക്കുകളിൽ വരുമായിരുന്നു, ലൂസായിട്ട് നമ്മൾ തൂക്കി വാങ്ങിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കാണാറുള്ള ഉപ്പിന് മഞ്ഞ കളർ കാണാറുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈ ഡിഫക്റ്റ് ആണ്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു
anion vacancy and F centers. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ F centers എന്ന് സാധാരണ ചോദിക്കാറുണ്ട്. പിന്നെ സോഡിയം ക്ലോറൈഡ് appears yellow. Why? Due to F centers. ഒറ്റ വാക്കിൽ എഴുതിയാലും മതി. Due to F centers. രണ്ടാമത്തേത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺസ് അല്ലെങ്കിൽ എക്സ്ട്രാ കാറ്റയോൺസ് എന്ന് എഴുതാം. മെറ്റലിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിന് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ എക്സസ് കാറ്റയോണുകൾ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊരു വീഡിയോയിൽ കൂടെ കാണാം. രണ്ടാമത്തെ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും മോളിക്കുലാർ ഫോർമുല അനുസരിച്ച് ഉണ്ടാവേണ്ടതിനേക്കാൾ മെറ്റൽ അയോണുകളുടെ എണ്ണം കുറവാണെങ്കിൽ അത്തരം ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റിന്റെ കാരണം കാറ്റയോൺ വേക്കൻസി ആണ്. കാറ്റയോൺസ് അവരവരുടെ പ്ലേസിൽ നിന്ന് മാറിപ്പോകുന്നതാണ് മെറ്റൽ ഡെഫിഷ്യൻസിക്ക് കാരണം. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഏറ്റവും കൂടുതലായിട്ട് കാണിക്കുക ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ടുകളാണ്. അതിൻ്റെ കാരണം ട്രാൻസിഷൻ മെറ്റൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ദേ ഷോ വേരിയബിൾ വാലൻസി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ തരുന്നു. ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് അവർക്ക് വേഗത്തിൽ മാറാൻ പറ്റും. അത്തരം കോമ്പൗണ്ടുകളാണ്, അത്തരം എലമെന്റുകളുടെ കോമ്പൗണ്ടുകളാണ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് തരിക. അപ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ രണ്ട് തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോൺ വേക്കൻസി ആവാം അല്ലെങ്കിൽ എക്സ്ട്രാ കാറ്റയോൺസ് ആവാം. മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഇസ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അത് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ വായിച്ചു നോക്കുക. നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ റേഷ്യോ ഓഫ് കമ്പൈനിങ് എലമെന്റ്സ് ഇൻ ദ കോമ്പൗണ്ട് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഈസ് റിക്വയർഡ് ബൈ ദെയർ ഫോർമുല. The defect disturbs the stoichiometry of the compound. These defects are either due to the presence of excess metal ions or excess non-metal ions. അത് കാറ്റയോണോ ആനയോണോ എക്സസ് ആയിട്ട് വരുന്നു. നോൺ സ്റ്റോഷിയോമെട്രിക് കോമ്പൗണ്ട്സ് ആർ ഓഫ് ടു ടൈപ്സ്. ഏതൊക്കെയാണ്? മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആൻഡ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. അതിലാദ്യത്തേത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. They contain metal ions in excess to the ratio. Metal ions excess ആയിട്ട് വരുന്നു. And it is due to anion vacancies or due to extra cations. Metal excess defect is due to എഴുതുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് due to 1 anion vacancy, 2 extra cations. അതിലാദ്യത്തേത് ഡ്യൂ ടു ആനയോൺ വേക്കൻസി. ഇവിടെ ഒരു ക്രിസ്റ്റൽ പ്ലെയിൻ കാണിച്ചിരിക്കുകയാണ്, നോക്കിക്കോ. എം പ്ലസും എക്സ് മൈനസും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അയോൺസ് ആയിട്ട് വരുന്ന ഒരു ക്രിസ്റ്റൽ പ്ലെയിൻ ആണ് കാണിച്ചിരിക്കുക.
ആ ക്രിസ്റ്റൽ പ്ലെയിനിൽ നിന്ന് ഒരു ആനയോൺ ഇറങ്ങി പുറത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടായി. അപ്പോൾ ആനയോൺ വേക്കൻസി, ആനയോൺ പോയി കഴിയുമ്പോൾ പിന്നെ അവിടെ എക്സസ് ആയിട്ടുള്ളത് ആരാ? മെറ്റൽ അയോൺ ആണ്. ആ വേക്കൻസിയിലേക്ക് ഒരു ഇലക്ട്രോൺ വന്നിരുന്നു. അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു എഫ് സെന്റർ ഉണ്ടായി. ആനയോണിക് സൈറ്റ് occupied by unpaired electrons is called F centers. Electrons trapped in anion vacancy. ആ എഫ് നോക്കുക, ഫാർബൻ സെന്റർ. ജർമ്മൻ വേർഡാണ് ഫാർബൻ സെന്റർ. ഇതിൻ്റെ അർത്ഥം കളർ സെന്റർ എന്നാണ്. They are responsible for the color of the compound. ആൽക്കലി ഹാലൈഡ്സ് ആണ് ഈ ഡിഫക്റ്റ് തരിക, ഷോർട്ട് കീ ഡിഫക്റ്റ് തരുന്ന ഹാലൈഡുകൾ, കോമ്പൗണ്ടുകൾ. രണ്ടാമത്തേത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എക്സ്ട്രാ കാറ്റയോൺസ്, ഇന്റർസ്റ്റീഷ്യൽ കാറ്റയോൺസ് എന്ന് പറയാം. വീണ്ടും ഒരു ക്രിസ്റ്റൽ പ്ലെയിൻ കാണിക്കുന്നു, എം പ്ലസും എക്സ് മൈനസും. അവിടെ ഡിഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതാ നോക്കുക, ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് എം പ്ലസ് എക്സ്ട്രാ ആയിട്ട് കയറി വരുന്നു. അപ്പോൾ കാറ്റയോൺസിൻ്റെ എണ്ണം എക്സസ് ആകുന്നു. അപ്പോൾ അവിടെ ചാർജ് കൂടും, ചാർജ് പോസിറ്റീവ് ആകും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസ് തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വരുന്നു. ക്രിസ്റ്റൽ പ്ലെയിൻ നമ്മൾ ആദ്യം കണ്ടു, അതിനകത്ത് ഡിഫക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആ സ്ഥലത്തോട്ട് ആര് വന്നു? ഒരു ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഒരു എം പ്ലസ്, ഒരു കാറ്റയോൺ എക്സസ് ആയിട്ട് കയറി വന്നു. അപ്പോൾ ഒരു കാറ്റയോൺ ഉണ്ട്, ഒരു പോസിറ്റീവ് അയോൺ കയറി വരുമ്പോൾ ക്രിസ്റ്റലിൻ്റെ ചാർജ് പോസിറ്റീവ് ആവും. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, ചാർജ് ന്യൂട്രൽ ആക്കി തന്നെ നിലനിർത്താൻ വേണ്ടി തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് ഇലക്ട്രോൺസ് വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നു. ഫ്രങ്കൽ ഡിഫക്റ്റ് തരുന്ന അയോണിക് സോളിഡുകളാണ് ഈ ഡിഫക്റ്റ് തരിക. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസ് കാണിക്കുക ഫ്രങ്കൽ ഡിഫക്റ്റ് തരുന്ന അയോണിക് സോളിഡുകളാണ്. എക്സാമ്പിൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺസിന് എക്സാമ്പിൾ ആണ് സിങ്ക് ഓക്സൈഡ് ആണ് എടുത്തു വച്ചിരിക്കുക. വൈറ്റ് സോളിഡ് ആണ്. ആ സിങ്ക് ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുകയാണ്. നോക്കുക, ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയാണ്? ഹീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ടേൺസ് യെല്ലോ. നിങ്ങൾക്ക് കാണാം, അത് യെല്ലോ കളറായിട്ട് മാറും. അതിൻ്റെ കാരണം ആ കെമിക്കൽ റിയാക്ഷൻ അവിടെ മേലിൽ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കുക, സിങ്ക് ഓക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഓക്സിജൻ ഇറങ്ങിപ്പോയി. സിങ്ക് ഓക്സൈഡിനകത്ത് കാറ്റയോൺ Zn2+ ആണ്, ആനയോൺ O2- ആണ്, ഓക്സൈഡ് അയോൺ ആണ്. ആ ഓക്സൈഡ് അയോൺ ആണ് ക്രിസ്റ്റലിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഓക്സൈഡ് അയോൺ ഇറങ്ങി പോകുമ്പോൾ ഓക്സൈഡ് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്ത് ഓക്സിജൻ ആറ്റങ്ങളായിട്ട് മാറും. അതാണ് അവിടെ ½ O2 എന്ന് കാണിച്ചിരിക്കുക. അപ്പോൾ അവിടെ ഇലക്ട്രോൺസ് എക്സസ് ആയി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ആ റിയാക്ഷനിൽ. നോക്കുക എന്താ സംഭവിക്കണമെന്ന്. അവിടെ ആ സിങ്ക് ഓക്സൈഡിൻ്റെ ഒരു പ്ലെയിൻ ആണ് കാണിച്ചിരിക്കുക. ആ സിങ്ക് ഓക്സൈഡിൻ്റെ പ്ലെയിനിൽ ഈ വയലറ്റ് കളറിൽ കാണിച്ചിരിക്കുന്നത് സിങ്ക് അയോൺസ് ആണ്. ഡിഫക്റ്റ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ്. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് O2- അയോൺസ് ആണ്. അപ്പോൾ ഇനി അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം നോക്കാം. നോക്കിക്കേ, സിങ്ക് അയോൺസ് ഓക്സൈഡ് പോയതിന് ശേഷം ഉണ്ടായ സിങ്ക് അയോൺസ് ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് വന്നിരുന്നു. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണുകളും വന്നിരുന്നു. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇലക്ട്രോൺസ് വന്നിരുന്നു. അവിടെ നോക്കണം, സിങ്ക് അയോൺസ് എക്സസ് ആയിട്ട് വന്നിരുന്നത് ഇവിടെ ഒരാൾ എക്സസ് ആയിട്ട് വന്നു, ഇവിടെ ഒരാൾ എക്സസ് ആയിട്ട് വന്നു. 2 Zn2+ ആണ് വന്നിരുന്നത്. അപ്പോൾ 4 പോസിറ്റീവ് ചാർജ് അവിടെ എക്സസ് ആയി. ആ 4 പോസിറ്റീവ് ചാർജിനെ ബാലൻസ് ചെയ്യാൻ 4 ഇലക്ട്രോൺസ് തൊട്ടടുത്ത ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകളിൽ വന്നിരുന്നു. അപ്പോൾ ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ക്രിസ്റ്റൽ റിമെയിൻസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. Crystals with either of these metal excess defects contain some free electrons. Hence, they can act as
semiconductors. The next one, metal deficiency defect. Metal deficiency defect ന് കാരണം cation vacancy ആണ്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഡിഫക്റ്റ് ഇല്ലാത്ത ഒരു ക്രിസ്റ്റൽ പ്ലെയിൻ ആണ്. എം പ്ലസും എക്സ് മൈനസും ചേരുന്ന ഒരു പ്ലെയിൻ. അത് ഇന്ന് 2 എം പ്ലസ് അങ്ങ് ഇറങ്ങിപ്പോയി. 2 എം പ്ലസ് ഇറങ്ങി പോകുമ്പോൾ ആ ക്രിസ്റ്റലിൽ ഏത് ചാർജ് എക്സസ് ആയിട്ട് വരുന്നു? നെഗറ്റീവ് ചാർജ് എക്സസ് ആകുന്നു. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ, ന്യൂട്രൽ ആവാൻ, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആകാൻ വേണ്ടി, ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു കാര്യം സംഭവിക്കുകയാണ്. ഒരു M2+ അയോൺ വന്ന് ആ വേക്കൻസിയിലിരുന്നു. 2 M+ ആണ് ഇറങ്ങിപ്പോയത്. ഇവിടെ ഇരുന്ന് ഒരു M+ പോയി, ഇവിടുന്ന് ഒരു M+ പോയി. അപ്പോൾ 2 പോസിറ്റീവ് ചാർജ് അവിടെ കുറഞ്ഞു. അത് ബാലൻസ് ചെയ്യാൻ ഒരു ഹയർ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ആൾ, അതേ മെറ്റലിൻ്റെ തന്നെ ആൾ, അതാണ് M2+ വന്നിരുന്നു. അപ്പോൾ ചാർജ് ന്യൂട്രലായി, അവിടെ ഒരു ഡെഫിഷ്യൻസി കിടക്കുന്നുണ്ട്. ആ വേക്കൻസി അവിടെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം ദാറ്റ് ഈസ് മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അതാണ് നമ്മൾ പറഞ്ഞത്. ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ് ആണ് ഈ ഡിഫക്റ്റ് കൂടുതലായിട്ട് തരിക. കാരണം ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സിന് ആ മെറ്റൽസിന് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാം. അപ്പോൾ ഈ M എന്ന് പറയുന്ന മെറ്റലിന്റെ തന്നെ വേറൊരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് M2+. അപ്പോൾ 2 M+ പോയപ്പോൾ ചാർജ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു M2+ വന്നു, ഒരു കാറ്റയോൺ വേക്കൻസി ഇവിടെ റിമെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു cation vacancy. അതിന് ഈ ഒരു ഡിഫക്റ്റ് കാണിക്കുന്ന സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ് അയൺ ഓക്സൈഡ്, അയൺ സൾഫൈഡ് എക്സെട്ര. അയൺ ഓക്സൈഡ് ആൻഡ് അയൺ സൾഫൈഡ്. നോക്കുക, ഇവിടെ ഒരു അയൺ ഓക്സൈഡിന്റെ ക്രിസ്റ്റൽ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിഫക്റ്റ് ഒന്നുമില്ല. ഇനി ഇതിൽ നിന്ന് Fe2+ അയോൺസ് പോവുകയാണ്. 3 Fe2+ അയോൺസ് പോയി. അപ്പോൾ 3 Fe2+ അയോൺസ് പോയപ്പോൾ ആ ക്രിസ്റ്റലിന് 6 പോസിറ്റീവ് ചാർജിൻ്റെ കുറവുണ്ടായി. നെഗറ്റീവ് ചാർജ് അവിടെ എക്സസ് ആയി. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ക്രിസ്റ്റലിലേക്ക് വന്നത് Fe3+ അയോൺസ് ആണ്. അവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്, ആ യെല്ലോ കാണുന്നത് Fe3+ അയോൺസ് ആണ്. അപ്പോൾ 3 Fe2+ പോയി, ആ സ്ഥാനത്തേക്ക് 2 Fe3+ വന്നു. അപ്പോൾ ചാർജ് ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു. ഒരു വേക്കൻസി അവിടെ അതേപോലെ തന്നെ റിമെയിൻ ചെയ്യുന്നു. അപ്പോൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. ഇവിടെ അയോണുകൾ Fe2+ അയോൺസ് ഇറങ്ങി പോകുമ്പോൾ ആ Fe2+ പോയത് കൊണ്ടുണ്ടായ ചാർജിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു Fe2+ ഇറങ്ങിപ്പോയാൽ 2 പോസിറ്റീവ് ചാർജിൻ്റെ കുറവുണ്ടാകും. അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി അടുത്ത സൈറ്റിൽ ഇരിക്കുന്ന ഏതെങ്കിലും Fe2+ അയോണുകൾ Fe3+ ആയി ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ ഒരു Fe2+ പോയാൽ പകരം 2 Fe2+കൾ Fe3+ ആയി ഓക്സിഡൈസ് ചെയ്ത് ചാർജിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ അത് ഏത് നിയർ സൈറ്റുകളിൽ ഇരിക്കുന്ന ഏത് Fe2+ വേണമെങ്കിലും ഓക്സിഡൈസ് ചെയ്യാം, Fe3+ ആയിട്ട് മാറും. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ട് അയൺ സൾഫൈഡ് എടുത്താൽ, ഫെറസ് സൾഫൈഡ് ക്രിസ്റ്റൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനൊരു ഷൈനിങ് യെല്ലോ അപ്പിയറൻസ് ഉണ്ട്, ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു അപ്പിയറൻസ് ഉണ്ട്. അതുകൊണ്ട് ഫെറസ് സൾഫൈഡിനെ ഫൂൾസ് ഗോൾഡ് എന്ന് വിളിക്കാറുണ്ട്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്ന സോളിഡാണ് അയൺ സൾഫൈഡ്. അതിൻ്റെ കാരണം ഇറ്റ് ഹാസ് എ ഷൈനിങ് യെല്ലോ ലസ്റ്റർ. ആ ലസ്റ്റർ ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു ഡിഫക്റ്റ് ആണ്, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ
വേക്കൻസി. അതും ചിലപ്പോൾ ചോദിക്കാം ഷോർട്ട് ക്വസ്റ്റ്യനിലൊക്കെ. ഫെറസ് സൾഫൈഡ് ഇസ് കോൾഡ് ഫൂൾസ് ഗോൾഡ്. വിച്ച് ഡിഫക്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്? ഏത് ഡിഫക്റ്റ് ആണ്? മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. അപ്പം ഇത്രയുമാണ് ഡിഫക്റ്റുകളെ പറ്റി നമുക്ക് പറയാനുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന്. ക്രിസ്റ്റൽസിലെ ഓർഡേർഡ് അറേഞ്ച്മെന്റിൽ നിന്നുള്ള ഡീവിയേഷനെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്ന് വിളിക്കുക. ഡിഫക്റ്റുകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ലൈൻ ഡിഫക്റ്റും പോയിന്റ് ഡിഫക്റ്റും. പോയിന്റ് ഡിഫക്റ്റുകളാണ് നമ്മൾ പഠിക്കുക. ഡിഫക്റ്റ് അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ്. പോയിന്റ് ഡിഫക്ട്സിനെ 3 ആയി തിരിക്കുന്നു: സ്റ്റോഷിയോമെട്രിക്, നോൺ സ്റ്റോഷിയോമെട്രിക്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളിൽ പ്രധാനപ്പെട്ട 2 എണ്ണം ഷോട്ട്കി ഡിഫക്റ്റും ഫ്രാങ്കൽ ഡിഫക്റ്റും. അത് തമ്മിലുള്ള വ്യത്യാസം നന്നായി പഠിച്ചിരിക്കണം. ഒരു ഡയഗ്രാം തന്നാൽ അത് ഏത് ഡിഫക്റ്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം. ദെൻ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ 2 തരത്തിലാണുള്ളത്: മെറ്റൽ എക്സസ് ഡിഫക്റ്റും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റും. ദെൻ മൂന്നാമത്തേത് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട പോർഷനാണ്. ഇതിൽ നിന്ന് ഏറ്റവും കൂടുതലായി ചോദിച്ച് കാണാറുള്ളത് ഷോട്ട്കി ഡിഫക്റ്റ്, ഫ്രാങ്കൽ ഡിഫക്റ്റ്. അത് തമ്മിലുള്ള വ്യത്യാസം എഫ് സെന്റേഴ്സ്. പിന്നെ സോഡിയം ക്ലോറൈഡ് അപ്പിയേഴ്സ് യെല്ലോ. വൈ? ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം എഴുതാം. ഇറ്റ് ഇസ് ഡ്യൂ ടു എഫ് സെന്റേഴ്സ്. ഒറ്റ വാക്കിൽ എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. വാട്ട് ആർ എഫ് സെന്റേഴ്സ്? ഇലക്ട്രോൺസ് trapped in anion vacancies. ഇത്രയും കാര്യങ്ങളാണ് ഈ പോർഷനിൽ നിന്ന് സാധാരണ റിപ്പീറ്റഡ് ആയി ചോദിച്ച് കാണാറുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നോട്ട്സ് എഴുതിയെടുക്കുക. ആ ഡിഫറൻസസ് ഒക്കെ കോളം വരച്ച് നോട്ട്ബുക്കിലേക്ക് എഴുതണം. അടുത്ത ദിവസം നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, താങ്ക് യു.